ഹ്യൂമൻ ബീങ്ങിന് അങ്ങനെ പവറൊന്നും ഇല്ലെന്നേ. സംഘടിച്ചത് കൊണ്ട് മാത്രം ജീവിക്കാൻ പഠിച്ചൊരു ജീവിയാണ് ഹ്യൂമൻ ബീങ്. നമുക്ക് കുതിരയുടെ അത്ര ഓട്ടം അറിയില്ല, ആനയുടെ അത്ര വലിയ ശരീരമില്ല, കടുവയുടെ അത്ര ബലമില്ല. എന്താ നമുക്കുള്ളത്? ബലഹീനനായ ഒരു ജീവിയാണ് നമ്മൾ. ഏതെങ്കിലും ജീവികൾ പിടിച്ചു തിന്ന് ഇട്ടതിൻ്റെ ബാക്കി ഇറച്ചിയിലുള്ള എല്ലിലുള്ള ഇറച്ചി പെറുക്കി തിന്ന് ജീവിച്ചിരുന്ന ഒരു കാലം മനുഷ്യനുണ്ടായിരുന്നു. സോ മറ്റെല്ലാ മൃഗങ്ങളും ഇന്നും പ്രകൃതിയിൽ തന്നെയാണ് അവർ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്നിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പഞ്ച ഇന്ദ്രിയ അനുഭവങ്ങൾ എത്രയധികം റിഡ്യൂസ് ആവുന്നോ അത്രയധികം നമ്മുടെ മൈൻഡ്ഫുൾനെസ് പോകും. അമ്പലങ്ങളിലെ ദീപാരാധന നല്ലൊരു മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് ആണ്. കറക്റ്റ്. പെണ്ണിന് ആണിനെ പോലെ ആവാനുള്ള ട്രെയിനിങ് ധാരാളം കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ. പക്ഷെ ആണിന് പെണ്ണിനെ പോലെ ആവാനുള്ള ട്രെയിനിങ് ഇല്ല. അതിൻ്റെ ആവശ്യമുണ്ടോ? വളരെ മുൻപ് മനുഷ്യന് അർദ്ധനാരീശ്വര സങ്കല്പം കണ്ടെത്തിയ ഭൂമിയാണ് ഇന്ത്യ. അതെ. പാതിയായിട്ട് ചിത്രീകരിക്കാൻ തൻ്റെ അന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിന്ന് ഫെമിനിസം പറയേണ്ട ആവശ്യമില്ല. ഇടയിൽ വെച്ച് എവിടെയോ ഒരു ഡോമിനൻസി വന്നിട്ടുണ്ട് സത്യത്തിൽ പുരുഷന്. അതിനൊരു കാരണമുണ്ട്. 2 വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്ന് പ്രാകൃതം, മറ്റൊന്ന് സംസ്കൃതം. ഈ വാക്കുകളുടെ അർത്ഥം അറിയാമോ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരസ്പരം കൊന്നിട്ടുണ്ടാവുക ഏത് ബന്ധത്തിലായിരിക്കും അറിയാമോ? ഭാര്യ-ഭർത്തൃ ബന്ധത്തിലായിരിക്കും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പിരിഞ്ഞിട്ടുണ്ടാവുന്ന ബന്ധം ഏതായിരിക്കും? ഭാര്യ-ഭർത്തൃ ബന്ധം. ബാക്കിയൊന്നും പിരിയാനും പറ്റൂല. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ അനുഭവിച്ച് കൗൺസിലിംഗ് എടുക്കുന്ന ഏത് ബന്ധത്തിലായിരിക്കും? മനുഷ്യൻ പഠിക്കുന്ന അറിവുകളുണ്ടല്ലോ, ഇതിനെ 2 അറിവുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അനിൽകുമാർ PC ആണ്. അദ്ദേഹത്തെ മൈൻഡ് ട്യൂണർ എന്ന് വിളിക്കണോ ട്രെയിനർ എന്ന് വിളിക്കണോ എന്നൊക്കെ ഇനി പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. വെൽക്കം സാർ. ABC ടോക്കിലേക്ക് സ്വാഗതം. താങ്ക്സ്. നമസ്കാരം. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. ഇപ്പം നമ്മൾ ഒരു സ്ക്രീൻ വേൾഡിലാണ് ജീവിക്കുന്നത്. ഇപ്പം ഈ റൂമിനകത്ത് തന്നെ ഒരു 15 സ്ക്രീൻ ഉണ്ടാവും. ശരീരത്തെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിനെ ബാധിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ പഴയ പഴഞ്ചൊല്ലൊന്ന് തിരുത്തി പറയണോ? ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നത് ആരോഗ്യമുള്ള മനസ്സുള്ളിടത്തെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും എന്നും തിരുത്തി പറയേണ്ട കാലത്താണോ നമ്മൾ ജീവിക്കുന്നത്? സത്യത്തിൽ അന്നും അതും തിരുത്തി പറയാവുന്നതാണ്, പണ്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമുക്ക് ഒന്നിനെയും ഡോമിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പോലെ നമ്മൾ മനസ്സിലാക്കണം. ഹാർഡ്വെയർ ആണോ ഇമ്പോർട്ടൻറ്റ്, സോഫ്റ്റ്വെയർ ആണോ ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ അല്ല. അന്ന് ഇപ്പം ഞാൻ വളരുന്ന ഒരു സാഹചര്യം, എന്നെ സ്വാധീനിക്കാൻ സാധ്യത എൻ്റെ ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാർ, അവരുടെ പേരൻസ്, അതെ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ വീടിൻ്റെ ചുറ്റുപാട്, കൂടിപ്പോയ ഞാൻ ജനിച്ചു വളർന്ന നെല്ലുമുകൾ ചന്തയിലെ എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ജംഗ്ഷനിലെ സുഹൃത്തുക്കൾ. ഇന്നതല്ല. ലോകം മുഴുവൻ നമ്മുടെ മുന്നിലേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന ലോകം വലുതാണ്. ഇതെല്ലാം ആദ്യം ബാധിക്കുന്നത് മനസ്സിനെയാണ്. അതെ. മനസ്സിലേക്കുള്ള ഡോസേജ് ഭയങ്കരമായിട്ട് ടൺസ് ആൻഡ് ടൺസ് ആയിട്ട് ഡോസേജ് മാറി. ആ കാലത്ത് നമ്മൾ എന്താണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്, ശരീരമാണോ മനസ്സാണോ എന്നുള്ളത്? മനസ്സിനെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു പോയിന്റില്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഉള്ള ആളുകളോട് ആരോടെങ്കിലും ചോദിക്കുക, നമ്മൾക്ക് നമ്മളുടെ തലച്ചോറിലേക്ക് കയറുന്ന ഇൻഫർമേഷനും അല്ലെങ്കിൽ ലോകത്ത് നമ്മളൊരു ദിവസം എത്ര ആളെ കാണുന്നു ഡിജിറ്റൽ വേൾഡിൽ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ വേൾഡ് ഉള്ളതുകൊണ്ട് കാണുന്നത്. അല്ലെങ്കിൽ 10 ആളെ നമ്മൾ കാണുള്ളൂ നമ്മുടെ ഗ്രാമത്തിലെ ഒരു ദിവസം. അങ്ങനെ ജീവിച്ചിരുന്നവരാണ് നമ്മൾ. ബട്ട് ഈ ഡിജിറ്റൽ വേൾഡ് വന്നതോടുകൂടെ നമ്മൾ അത്രയും കൺസ്യൂമിങ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ഓവർലോഡിങ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ നൽകുന്ന പരിശീലന കളരികളുടെ പ്രധാന ഒരു ട്രെയിനിങ് ആണിത്. നമ്മളിത് കൺസ്യൂം ചെയ്യരുത്. റോങ് ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യരുത്, കുറയ്ക്കണം. പോസിറ്റീവ് പോലെ ഞാൻ എൻ്റെ കൂടെ വന്ന ആളുകളോട് അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് പറയാം, ഈ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ് ആർ ഇൻവെന്റഡ് ടു സേവ് ഹ്യൂമൻ ടൈം. ഒരെണ്ണം കണ്ടെത്തിയതിന്റെ ഉദ്ദേശത്തിലല്ല അതിപ്പോൾ നിൽക്കുന്നത്. മനുഷ്യന്റെ സമയത്തെ മുഴുവൻ കില്ല് ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന അനിൽജിക്കായാലും എനിക്കായാലും സതീശനായാലും ഒക്കെ തന്നെ നമുക്ക് സ്ക്രീനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് പച്ചക്കറി പോലും നമുക്ക് ഡെലിവറി ചെയ്യുന്ന സ്ക്രീൻ വഴിയാണ്. അല്ല, നമ്മളുടെ വീട്ടിലെ CCTV ക്യാമറ എത്തുന്ന സ്ക്രീൻ വഴിയാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ ബസ് ട്രാക്ക് ചെയ്യുന്ന സ്ക്രീനിലാണ്. അതിനേക്കാൾ ഉപരി വീട്ടിലിപ്പോൾ അമ്മ കുക്ക് ചെയ്യുന്നത് യൂട്യൂബിലാണ്. എല്ലാം സ്ക്രീൻ നമ്മളുടെ. നമുക്കിത് 2ആയി തരംതിരിക്കാം. ഒന്നായി കൺഫ്യൂഷൻ തീരും. സ്ക്രീൻ ഫോർ എ യൂസേജ് ആൻഡ് സ്ക്രീൻ ഫോർ എ ടൈം പാസ്. നമ്മളിത് ഇനി ജെന്യൂനായിട്ട് നമ്മളൊന്ന് ഇതിനെ അസസ്മെൻറ്റ് ചെയ്യണം. കാരണം ഞാനും നല്ല സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് സ്ക്രീൻ ആവശ്യമുണ്ടല്ലോ. ബട്ട് നമ്മളുടെ ശരിക്കും സ്ക്രീൻ യൂസ് ചെയ്യുന്നതിൻ്റെ യൂസും
ടൈം പാസുമായിട്ട് ഇതിനെ തരംതിരിച്ചിട്ട് ഈ ടൈം പാസിലാണ് നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു ടൈമുകൾ. ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അവർ കൂടുതലും ജസ്റ്റ് റീൽസ് സ്ക്രോൾ ചെയ്തിട്ടും അങ്ങനെ തന്നെ കണ്ട ഒരു സ്കെഡ്യൂളൊന്നും ഇല്ല, എന്താ കാണേണ്ടതൊന്നും ഇല്ല. വരുന്നതൊക്കെ ഹോം പേജിൽ വരുന്നതൊക്കെ നീക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിരിക്കുന്നത്. സോ യൂസിന് വേണ്ടി നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അത്രയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ശരിക്കും ലൈഫ് നടക്കുന്നത് ഈ പ്രകൃതിയിലാണ്, ഈ പഞ്ചഭൂതാത്മക ലോകത്തിലാണ് ഈ ജീവിതം നടക്കുന്നത്, സ്ക്രീനിലല്ല. സ്ക്രീൻ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ വേൾഡിനെ റെക്കോർഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് നമ്മുടെ, അല്ലേ? നമ്മൾ കൈക്കോട്ടും പിക്കാസൊക്കെ ഉപയോഗിച്ചിരുന്ന ടൂൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു ടൂൾ ഉപയോഗിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, സ്മാർട്ട് ഫോണൊക്കെ. സോ ഇന്ന് ഞാൻ ഈ ഇത്തരം ആധുനികമായ എല്ലാ ടൂളുകളും അതിൻ്റെ ഹൈ ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ആവട്ടെ, മൊബൈൽ ഫോൺ ആവട്ടെ, എല്ലാ സാങ്കേതികതകളും ഉപയോഗിക്കുന്ന ഒരാളാണ്. ബട്ട് അതേസമയം അതിനെ ഇക്വലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള, മണ്ണ് തൊട്ടുള്ള, കാറ്റ് കൊണ്ടുകൊണ്ടുള്ള, വെയിൽ കൊണ്ടുകൊണ്ടുള്ള അങ്ങനെയുള്ളൊരു ലൈഫ് പാരലലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ എൻ്റെ തോട്ടത്തിൽ ഫലവൃക്ഷ തൈകളുടെ കൂടെയും പച്ചക്കറികളുടെ കൂടെയും ഒരു 8-10 ഐറ്റം മൃഗങ്ങളെ വളർത്തുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ. അവരുടെ കൂടെയൊക്കെയാണ്. ഒരു മനുഷ്യനും ഇവിടെ സാധാരണ മനുഷ്യനല്ല. അസാധാരണത്വം എന്ന് പറയുന്നത് നമ്മൾ നേടുന്നതാണ്. ഞാനും ഈ ലോകത്ത് നിങ്ങൾ മഹാത്മാക്കളെന്ന് വിളിക്കുന്ന ആളുകളില്ലേ, അവർ പോലും ആരും സ്പെഷ്യലായിട്ട് ജനിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സ്പെഷ്യലായി എന്തോ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ലോകത്തിന് മുന്നിൽ സ്പെഷ്യലായി ഐഡൻറ്റിഫൈ ആവുന്നത്. അല്ലാതെ സ്പെഷ്യലായി ഐഡൻറ്റിഫൈ ആയ ശേഷം സ്പെഷ്യലായി എന്തെങ്കിലും ചെയ്യുന്നതല്ല. സോ ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മളുടെ യഥാർത്ഥ ആനന്ദം കിടക്കുന്നത് നേച്ചറിലാണ്. ബിക്കോസ് വി ആർ എൻ ആനിമൽ. നമ്മളൊരു മൃഗമാണ്. ഈ ഭൂമിയിലുള്ള മറ്റു ലക്ഷക്കണക്കിന് മൃഗങ്ങളെപ്പോലെ ഒരു മൃഗമാണ് മനുഷ്യൻ. സോ മറ്റെല്ലാ മൃഗങ്ങളും ഇന്നും പ്രകൃതിയിൽ തന്നെയാണ് അവർ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്നിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതിയിലുള്ള വെള്ളം മറ്റു മൃഗങ്ങൾ അതേപോലെ കുടിക്കുമ്പോൾ നമ്മളത് കുറച്ച് ഫിൽട്ടർ ചെയ്തിട്ടോ അതിൻ്റെ pH വാല്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളത് കുടിക്കുന്നത്. നല്ല വെള്ളം കുടിക്കാൻ ശീലിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നു. മറ്റു ജീവികൾ ഭക്ഷണം അങ്ങനെ വിഴുങ്ങുമ്പോൾ നമ്മളത് പാചകം ചെയ്ത് കഴിക്കുന്നു. എല്ലാത്തിലും നമ്മുടെ കുറച്ച് കൈകടത്തൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. ബട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് 100% ഒളിച്ചോടി കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഒരു റോബോട്ടിക് ലെവലിലേക്ക് മാറും. മൈൻഡ് കംപ്ലീറ്റ് ഒരു ഇങ്ങനെ പോവുക, അങ്ങനെ ഒരു ഫ്രെയിമിൽ നിൽക്കും നമ്മുടെ മൈൻഡ്. നമ്മുടെ റെറ്റിനയുടെ ഒരു സെൻസറിന് പോലും ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയോ? നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയുടെ ഒരു ലെങ്ത് സെൻസർ പോലെ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 24 മണിക്കൂറും ഒരു 4 ചുമരുകളുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ലൈഫ് സെറ്റ് ചെയ്താൽ നിങ്ങളുടെ റെറ്റിന വിദൂര ദൃശ്യങ്ങൾ കാണുന്നില്ല, വലിയൊരു പർവ്വത ശിഖരം കാണുന്നില്ല, ആകാശത്തിലെ മേഘങ്ങളെ കാണുന്നില്ല. അപ്പോൾ കിലോമീറ്ററുകൾ, അളക്കാൻ കഴിയാത്ത കിലോമീറ്ററുകളുടെ ദൂരം ഈ കണ്ണിന് കാണുമ്പോൾ ഈ കണ്ണിനുള്ളിൽ ചില പ്രത്യേക ഫീലിങ്സ് ഉണ്ടാകുന്നു. അത് നമ്മുടെ മനസ്സിനെ വിശാലമാക്കുകയും റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു 2 മീറ്ററിൽ ക്ലോസ് ആയിരിക്കുന്ന ഒരു ചുമരിനുള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ റെറ്റിന സെൻസ് ചെയ്യുന്ന നമുക്കൊരു ഇൻഡോർ ലൈഫ് സെറ്റിംഗ് വരും മൈൻഡിൽ. ഒരു ഇൻഡോർ ലൈഫ് സെറ്റിംഗ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് ഡെഫിനറ്റ്ലി കട്ട് ഡൗൺ ചെയ്യും പലതും. ഔട്ട്ഡോർ ലൈഫിൻ്റേതായ ഒരു ഫീലിങ്സ് കുറയുമ്പോൾ. സോ ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ എപ്പോഴും ഉൾപ്പെടുന്ന ഒരു സാധനമാണ് ഈ കമ്പ്യൂട്ടറിന് മുന്നിലൊക്കെ ഒരുപാട് ഇരിക്കുന്ന IT പ്രൊഫഷണൽസ് പോലെയുള്ളവരൊക്കെ മാൻഡേറ്ററി ആയിട്ട് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ കുറച്ച് അവേഴ്സ് നേച്ചറിൽ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് ബാലൻസ്ഡ് ആവും. നമുക്കിതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. നമുക്കിന്ന് സ്ക്രീനൊന്നും വേണ്ട, വീണ്ടും ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടുള്ള ഉളികൾ പിടിച്ച് ജീവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചേ പറ്റൂ. ബട്ട് നമ്മൾക്ക് ഒരു പ്രകൃതിയിൽ മുഴുകിക്കൊണ്ടുള്ള ഒരു എൻജോയ്മെൻറ്റിനും ടൈം കണ്ടെത്തിയാൽ മതി. അത് ബാലൻസ്ഡ് ആയി പോകും. അങ്ങനെ ഞാനൊക്കെ എൻ്റെ മൈൻഡിനെ മാനേജ് ചെയ്യുന്നത്, എന്നിൽ നിന്ന് ട്രെയിനിങ്സ് എടുക്കുന്നവർ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുക കുറേയൊക്കെ. അല്ല, നമ്മൾ ഈ സ്ക്രീൻ എന്ന് പറയുമ്പോൾ സ്ക്രീനിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, സ്ക്രീനിൻ്റെ പുറത്തുള്ള നമ്മുടെ ലോകത്ത് ഞാൻ മിസ്റ്റർ അനിലിനെ കാണുമ്പോഴും അല്ല ഞാൻ മിസ്റ്റർ സതീഷിനെ കാണുമ്പോഴും ഒക്കെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീനെന്നോ? അല്ല, പുറത്ത്. അതെ. എൻ്റെ കണ്ണ് കളക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ചെവി കളക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ത്വക്ക് കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അത് മാക്സിമം 2 ഇന്ദ്രിയങ്ങളിലേക്ക് ചുരുങ്ങും. കാഴ്ചയും കേൾവിയും മാത്രം. അതെ.
സൗണ്ടും വിഷ്വലും മാത്രമാവും. ഉം. അപ്പോൾ ഈ സൗണ്ടും വിഷ്വലും മാത്രം അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കണ്ണ് എങ്ങനെ കണ്ണിൻ്റെ ഫൊക്കൽറ്റീസിനെ തന്നെ പരിമിതപ്പെടുത്തുന്നുവോ അതേപോലെ ശരീരത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഉപയോഗശൂന്യമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പാറ്റേണായി മാറും. അതെ, തീർച്ചയായും കണ്ണും ചെവിയും പാറ്റേണിൽ ഡോമിനേറ്റ് ചെയ്യും. ഇതൊരു വലിയ രോഗാവസ്ഥയായി പരിണമിച്ചൂടെ? തീർച്ചയായിട്ടും നമ്മൾ 2 ഇന്ദ്രിയങ്ങളുള്ള ജീവിയായി ചുരുങ്ങാം. നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫ്യൂച്ചർ അതാവാം. കാണാനും കേൾക്കാനും മാത്രം. ഇത്ര മനോഹരമായ ഒരു പൂവിനെ ഞാൻ സ്റ്റേറ്റസ് വെച്ച് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്കത് മണക്കാൻ പറ്റൂലല്ലോ. ഇല്ല. പക്ഷെ നേരത്തെ മണം നമ്മുടെ മനസ്സിൽ കിട്ടും. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മനസ്സിൽ സംഭവിച്ചേക്കാം. നിങ്ങൾക്കത് മനസ്സിൽ സംഭവിക്കൽ തന്നെ നേച്ചറായി മാറി കഴിഞ്ഞാൽ പിന്നെ മൂക്കിന്റെ ആവശ്യം എന്താ? അപ്പൊ നമ്മൾ ഇതിന് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. നമ്മളുടെ എല്ലാ അവയവങ്ങളും പഞ്ച ഇന്ദ്രിയ അനുഭവങ്ങൾ എത്രയധികം റിഡ്യൂസ് ആവുന്നോ അത്രയധികം നമ്മുടെ മൈൻഡ്ഫുൾനെസ് പോകും. ഞാനൊരു മൈൻഡ്ഫുൾനെസ് ടീച്ചറും കൂടെയാണ്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. ഈ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ സമ്മിശ്രമായി എന്തിലനുഭവിക്കുന്നോ അതിലാണ് നമ്മൾ 100% ആസ്വദിക്കുന്നത്. ജീവിതം ശരിക്കും ആസ്വദിക്കുന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ കൃത്യമായ അളവിൽ കൃത്യമായ സൂത്തിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കേൾവി നമുക്ക് കിട്ടണം. കൃത്യമായ അളവിൽ സൂത്തിങ് എക്സ്പീരിയൻസ് ഉള്ള ദൃശ്യവിരുന്ന് അവിടെ കിട്ടണം. കൃത്യമായ സ്മെല്ല് അവിടെ കിട്ടണം. കൃത്യമായ ടച്ച് അവിടെ കിട്ടണം. ഇനി കൃത്യമായ രുചി നാവിനും കിട്ടണം. ഇത് നമ്മുടെ ചില ഫെസ്റ്റിവൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഇത് കറക്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും മൈൻഡ്ഫുൾ ക്ലാസ്സുകളിൽ ഉദാഹരണം പറയുന്ന ഒരു സാധനമുണ്ട്, അമ്പലങ്ങളിലെ ദീപാരാധന. നല്ലൊരു മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് ആണത്. കറക്റ്റ്. അവിടെ കൃത്യമായൊരു വിഷ്വൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ദീപാരാധന കഴിഞ്ഞ് നടയൊക്കെ തുറക്കുമ്പോൾ അത് ശരിക്കും ഞാൻ അതിനെ റിലീജിയസ് അല്ലാതെ കാണാൻ പഠിക്കുന്ന ഒരാളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. ഡെയിലി വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകളുണ്ടാവില്ലേ, അവരെന്നും ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് 100%. ആ രൂപത്തെ അലങ്കരിച്ച് തീ കത്തിച്ച് ഇങ്ങനെ ദീപങ്ങളൊക്കെ കത്തിച്ച് മനോഹരമായൊരു ദൃശ്യവിരുന്ന്, മണിനാദങ്ങളും ഈ ഇടയ്ക്കയും ഒക്കെ ശംഖൊക്കെ ആയിട്ട് നല്ലൊരു കർണമധുരമായ ഒരു ശബ്ദവിരുന്ന്. പിന്നെ ആ ശംഖ തീർത്തൊക്കെ ഇങ്ങനെ തെളിച്ച് നമ്മളുടെ ബോഡിയിലേക്ക് ഒരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു ടച്ച് എക്സ്പീരിയൻസ് തരുന്നു. പുക ആ സാമ്പ്രാണിയൊക്കെ കത്തിച്ചുണ്ടാകുന്ന പുകയിലൂടെ നമുക്കൊരു സുന്ദരമായ സ്മെല്ല് കിട്ടുന്നു. തീർത്ഥവും എന്തേലും പ്രസാദമൊക്കെ നാവിന് നല്ലൊരു രുചി തരുന്നു. അവിടെ ഒരു അമ്പലനടയിൽ നിന്ന് ഒരു മനുഷ്യനൊരു നല്ലൊരു അനുഭൂതി ഉണ്ടായി എങ്കിൽ അതിന് ദൈവം വേണമെന്ന് ഒരാവശ്യമില്ല. ഇത്രയും സാധനങ്ങൾ അവിടെ സെറ്റായ വളരെ ശാസ്ത്രീയമായിട്ടാണ്. ഈ 5 എക്സ്പീരിയൻസും ഇതിൻ്റെ പരിപൂർണതയിൽ അനുഭവിക്കുന്ന ഒരു സ്ഥലത്തെ അനുഭവം ദൈവികമായിരിക്കും. നമുക്ക് ഒരു സാധാരണ അനുഭവമായിരിക്കില്ല. അപ്പം നമ്മൾക്ക് ഇരിക്കുന്നത് ഏതോ ഒരു ശില്പി കൊത്തിവെച്ചൊരു കല്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ സൃഷ്ടിക്കുന്ന അന്തരീക്ഷമാണ് നമ്മളെ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നാണ്. അല്ല, അതിപ്പോൾ സ്ക്രീൻ റിലേറ്റഡ് ആയിട്ട് ഇത് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 90 സിനിമ, അതെ, അത്തരം സിനിമകൾ, ഇത്തരം സാധനങ്ങൾ നമ്മുടെ കസേര കുലുക്കുന്നുള്ളെങ്കിലും നമ്മൾ പർവ്വതത്തിന്റെ മുകളിൽ കൂടെ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിൽ നിന്ന് താഴെ വരൂ. ഞാൻ ചോദിക്കും, നമുക്കിത് ഇവിടെ മുറ്റത്തിറങ്ങി ചെയ്യാൻ പറ്റില്ലേ? കറന്റ് സിനാരിയോയിൽ നമുക്ക് ഒരു ശബ്ദത്തിന്റെ പോലും ഒരു ഇലക്ട്രോണിക് വെർഷനെ കേൾക്കാൻ പറ്റുന്നുള്ളൂ, ഒരു റെക്കോർഡഡ് വെർഷനെ കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടേക്ക് നമ്മൾ മാറിയിരിക്കുന്ന സമയത്ത് നമുക്കിതിനെ എങ്ങനെ ട്യൂൺ ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ജീവിതവുമായി പ്രകൃതിയിലേക്ക് ഇറങ്ങണം എന്നുള്ളത് ശരിയാണ്. പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പം ഞാനും സതീഷും അല്ലെങ്കിൽ അങ്ങും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആണെങ്കിൽ നമ്മൾ ഇറങ്ങുകയും അതിന് സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ ഇത് ബോധേഡല്ലാതെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അവരൊരു ട്രബിൾ, അവരെവിടെയും പോയി ഒന്ന് ഇടിച്ചു നിൽക്കുമ്പോഴേ അപ്പോഴത്തേക്ക് ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും, അവരെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ പ്രിൻസിപ്പിൾ, എൻ്റെ ലൈഫിൻ്റെ തന്നെ പ്രിൻസിപ്പിളിൽ ഐ എം നോട്ട് ബോതേഡ് അബൌട്ട് ദ സൊസൈറ്റി. ഓരോ മനുഷ്യനും ഞാനത് പഠിപ്പിക്കുന്നത്, ലോകമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, കുട്ടികളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, ഇത് നമ്മൾ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. ഓരോ മനുഷ്യനും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിച്ചാൽ പ്രശ്നം കഴിഞ്ഞു. ഇവിടുത്തെ എവിടെ സൊസൈറ്റി പറഞ്ഞൊരു സാധനം ഉണ്ടോ? നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നല്ല, അതിന് ചിന്തിക്കുന്നതിനൊരു ബദലുണ്ട്. ഞാൻ നിങ്ങളെക്കുറിച്ച് ഇപ്പം എൻ്റെ കൂടെ അടുത്ത് എൻ്റെ വീട്ടിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നവർക്കോ ഞാൻ ഒരിക്കലും ക്ലാസ് എടുത്ത് കൊടുക്കണ്ട, നിങ്ങൾ നിർബന്ധമായും കുറച്ച് സമയം പ്രകൃതിയിലും കൂടെ സ്പെൻഡ് ചെയ്യട്ടോ എന്ന് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കണ്ട. എന്നെ കാണുന്നുണ്ടവർ, എന്നെ കണ്ടു നിൽക്കുന്നവരായിരുന്നു മുൻപവർ. എൻ്റെ വൈഫ് പോലും എന്നെ കണ്ടു നിൽക്കുന്നവളായിരുന്നു, പക്ഷെ ഇന്ന് അവൾ എൻ്റെ കൂടെ പ്രകൃതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ സമൂഹത്തിന് ടെക്നോളജി പറഞ്ഞു കൊടുക്കലോ
അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കലോ അതിനുള്ള ആളുകളുടെ ദാരിദ്ര്യം ഉണ്ടായിട്ടേ ഇല്ല. ഉപദേശകന്മാരുടെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും ഇവിടെ മാസ്റ്റേഴ്സ്, ഗുരുക്കന്മാർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെയുള്ളവർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? ഈ ടൊബാക്കോ കിൽസ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുക സിഗരറ്റ് വലിക്കുന്നവനാണ്. കാരണം അവൻ എന്നും അതിൽ കവളളഞ്ഞു പോയ ചിത്രം അതിൽ കാണുന്നുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ എഴുതി വെച്ചേക്കുന്നത് അവിടെയാണ്. അതെ, ഞാനിന്നവരെ ശരിക്കും കണ്ടിട്ടില്ല. വല്ല റോഡിലൊക്കെ കിടക്കുന്ന പാക്കറ്റിൽ എഴുതിയതേ കണ്ടിട്ടുള്ളൂ. ഇത് പോക്കറ്റിൽ തന്നെ കൊണ്ടു നടക്കുന്നവന് എന്നും അത് കാണുന്നുണ്ട്. ഇപ്പൊ ടൊബാറ്റോ കിൽസ് എന്ന അറിവ് എന്നേക്കാൾ കൂടുതൽ അത് വലിക്കുന്നവനാണ് ഉള്ളത്. അത് അറിവാണ്. എനിക്കുള്ളത് തിരിച്ചറിവാണ്. അവിടെ ഒരു സെന്റൻസും കൂടെ ഉണ്ട്, ടൊബാറ്റോ കിൽസ് ദാറ്റ്സ് വൈ ഐ എം നോട്ട് യൂസിങ് ടൊബാക്കോ എന്നുള്ളത്. അത് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസമല്ലേ? നമ്മൾ ടീച്ച് ചെയ്താൽ ഒരാൾക്ക് ആ അറിവേ കിട്ടുള്ളൂ. നിങ്ങൾക്കൊരു സത്യം അറിയോ? മനുഷ്യൻ പഠിക്കുന്ന അറിവുകളുണ്ടല്ലോ, ഇതിനെ 2 അറിവുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇംപ്ലിസിറ്റ് നോളജ് ആൻഡ് എക്സ്പ്ലിസിറ്റ് നോളജ്. ഞാൻ 2 നോളജ് ഉണ്ട്. ഈ എക്സ്പ്ലിസിറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിതാ സംസാരിക്കുന്നത് കേട്ടിട്ട് ആളുകൾ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പല വീഡിയോസിൽ നിന്നും പലരും പഠിച്ചിട്ടുണ്ടാവും. കാരണം വ്യത്യസ്തരായ ആളുകളല്ലേ കൊണ്ടുവന്നിരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ലൈവിൽ തന്നെ ഇവിടെ ഒരു പന്തലിട്ടൊരു പ്രഭാഷണം നടക്കുന്നു, അതിൽ പോയി ഇരുന്ന് പഠിക്കുന്നതൊക്കെ എക്സ്പ്ലിസിറ്റ് നോളജാണ്. ഇംപ്ലിസിറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ കണ്ട് പഠിക്കുന്നതാണ്, മണത്ത് പഠിക്കുന്നതാണ്, രുചിച്ച് പഠിക്കുന്നതാണ്, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതാണ് ഇംപ്ലിസിറ്റ് നോളജ്. കൃത്യമായൊരു രേഖയല്ലെങ്കിലും 90% കൂടുതലും എന്ന് പറയാം മനുഷ്യൻ്റെ പഠനം നടക്കുന്നത് ഇംപ്ലിസിറ്റ് ആയിട്ടാണ്. അവൻ പോലും അറിയാതെയാണ് അവൻ പഠിക്കുന്നത്. സോ ഒരു മനുഷ്യന് പഠിക്കുവാൻ ആവശ്യം എന്താണെന്നറിയോ? മോഡലിനെയാണ് ആവശ്യം. ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാനൊരു മനുഷ്യന് മെൻ്റൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ എല്ലാ തിയറട്ടിക്കൽ സൈഡും എനിക്കറിയാം. പക്ഷേ എനിക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല. ഇത് പറയുന്ന എനിക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലായ്മയെ ഞാൻ ഈ പഠിപ്പിക്കുന്ന 1-2 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എവിടെയോ വെച്ച് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലായ്മയെ അവൻ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് കോപ്പി ചെയ്യും. ഞാൻ പഠിപ്പിച്ചൊന്നും തലയിൽ കയറില്ല. പക്ഷേ ഇടയിൽ വെച്ച് ഞാൻ എപ്പോഴെങ്കിലും വെപ്രാളം കാണിച്ചതോ ഞാൻ ടെൻഷനായതോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ ബ്രെയിൻ എടുക്കുന്നൊരു മെസ്സേജ് എന്താണെന്നറിയോ? മെൻ്റൽ സ്ട്രെങ്ത് പ്രസംഗിക്കാൻ കൊള്ളാവുന്നതും പ്രാക്ടിക്കലാക്കാൻ അത് പറയുന്ന ആൾക്ക് പോലും പറ്റാത്തതുമായ ഒരു കാര്യമാകുന്നു. ഇതിലൊരു കോൺഫ്ലിക്റ്റ് തോട്ട് ഷെയർ ചെയ്തോട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം. അതായത് ഒരു വേശ്യ ചാരിത്ര പ്രസംഗം നടത്തും. പക്ഷെ ഒരു ചാരിത്രത്തിന്റെ വില ഏറ്റവും അധികം അറിയാവുന്നത് വേശ്യക്കല്ലേ? ആയിരിക്കാം. അതെ, ഇതിന്റെ നഷ്ടവും അതിന്റെ കാലവും. അപ്പോൾ വാസ്തവതയ്ക്ക് ചാരിത്ര പ്രസംഗം നടത്തിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം മെന്റൽ ഇൽനെസ് കീപ്പപ്പ് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ എക്സ് എന്ന് വിചാരിക്കുക. അയാൾക്ക് മെന്റൽ ഇൽനെസ്സിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ അയാൾ മെന്റൽ ഇൽനെസ് അനുഭവിച്ച്, എന്നാൽ അയാൾ മെന്റൽ ഇൽനെസ് മറ്റുള്ളവർ അനുഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു നല്ല ട്രെയിനർ ആയിക്കൂടെ? അയാൾക്ക് മെന്റൽ ഇൽനെസ്സിനെ കുറിച്ച് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അദ്ദേഹം മെന്റൽ ഇൽനെസ്സിലേക്ക് പോയി മെന്റൽ ഇൽനെസ്സിൽ നിന്നും പുറത്തു വന്ന് അദ്ദേഹം മെന്റൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയ ശേഷമേ അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. നഷ്ടപ്പെട്ട ഒന്നിനെ പറ്റി പഠിപ്പിക്കാൻ കഴിയില്ലെന്ന്. നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് പഠിപ്പിക്കാം, അതിൽ നിന്നും നേടിയെടുക്കേണ്ട പോയിന്റിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. മഹാത്മാഗാന്ധിയൊക്കെ ഈ ശർക്കര തിന്നുന്നത് മാറ്റി വെച്ചിട്ട് അത് ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചെയ്തിട്ടേ ഞാൻ എൻ്റെ ജീവിതത്തിൽ 100% പാലിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ചെയ്യുന്നതേ ഞാൻ പറയൂ, അല്ലാത്ത ഒരു തിയറി ഞാൻ പറയില്ല. ഞാനൊരു കോഴ്സ് ഇറക്കി ഒരിക്കലും, ദാമ്പത്യ ജീവിതത്തിൻ്റെ കോഴ്സ്, സ്നേഹഭാഷ എന്ന, ഇന്നും അത് ഓടുന്നുണ്ട് ഓൺലൈനിൽ. ആ കോഴ്സ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തു ഞാൻ. ദമ്പതികൾക്ക് ട്രെയിനിങ് കൊടുക്കണം, ഓൺലൈൻ കോഴ്സാണ്. ദമ്പതികളുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ മിസ്മാച്ച് ഉണ്ടാവും. ഒരാൾ സ്നേഹം എന്നാൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ വിശ്വസിക്കുന്നു, മറ്റൊരാൾ സ്നേഹം എന്നാൽ ഇതാണെന്ന് പറഞ്ഞ് വേറെന്തോ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരേ പേരിൽ 2 കാര്യങ്ങൾ വിശ്വസിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. സ്നേഹത്തിന് പല തലങ്ങളില്ലേ? ഞാൻ ചിലപ്പോൾ സ്നേഹം കാണിക്കുക മസാല ദോശ വാങ്ങി തന്നിട്ടും സാരി വാങ്ങി തന്നിട്ടൊക്കെ ആയിരിക്കും, ഇതെൻ്റെ സ്നേഹമായിരിക്കും. പക്ഷെ അവൾ സ്നേഹം എന്ന് കരുതുന്ന കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ആയിരിക്കും. വ്യത്യസ്തമാവാലോ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ. ലവ് മിസ്മാച്ച് എന്ന് പറയുന്ന സാധനം ഒരു ദാമ്പത്യ ജീവിതത്തിൽ വന്നാൽ പണി പാടും. അത് മാച്ച് ചെയ്തെടുക്കാൻ നല്ല പണിയായിരിക്കും. കാരണം അത് DNA ഉള്ളതാണ്. ആ മാച്ച് ആവില്ല. അത് കഷ്ടപ്പെടും ഒരുപാട്. ഇതായിരുന്നു ആ കോഴ്സിലുണ്ടായിരുന്നത്. ഞാൻ തിയറട്ടിക്കലി ഞാൻ അത് മുഴുവൻ പഠിച്ചു. ബട്ട് അതിനുശേഷം
നിങ്ങൾക്ക് എൻ്റെ വൈഫിനോട് വേണമെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിത് പബ്ലിക്കിനെ പഠിപ്പിക്കാൻ ഭയമുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് മിനിമം 6 മാസത്തേക്ക് പ്രാക്ടീസ് ചെയ്തു. ഈ സ്നേഹങ്ങൾ, രണ്ടുപേരുടെയും സ്നേഹങ്ങളുടെ തലങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, സ്നേഹഭാഷ എന്താണെന്നറിയാം, അതെന്താണെന്നറിയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി. അതിനുശേഷമാണ് ഞാനത് പബ്ലിക്കിനെ പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാതെ അത് പറയുമ്പോൾ അത് പറയുവാൻ നല്ല നല്ല സങ്കോചമുണ്ട് എനിക്ക്. നമ്മൾ സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വേട്ടയാടുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ, അന്ന് ഒരു പുരുഷൻ്റെ ഒരു ആവറേജ് ലൈഫ് എന്തായിരിക്കും എന്നറിയോ? ലക്ഷക്കണക്കിന് വർഷം നമ്മളത് ഫോളോ ചെയ്തിട്ടുണ്ടാവും. അന്നത്തെ ഒരു പുരുഷൻ്റെ ആവറേജ് ലൈഫ് എന്തായിരിക്കും എന്നറിയോ? രാവിലെ ആയ ആവനാഴിയിൽ മുഴുവൻ അമ്പം നിറച്ചിട്ട് ഒരമ്പും വില്ലും പിടിക്കുക, ഒരു പാറയുടെ സൈഡിലോ ഒരു പാറപ്പുറത്തോ ഒരു മരത്തിൻ്റെ മുകളിലോ മിണ്ടാതിരിക്കുക. അവർ ചിലപ്പോൾ 10 ആളുണ്ടാവും അടുത്തടുത്ത്, പക്ഷെ മിണ്ടാതിരിക്കുക. എന്തിനു വേണ്ടിയാ? മൃഗങ്ങൾ വന്ന് അമ്പ ചെയ്ത് വീഴ്ത്താൻ. അപ്പോൾ അവരുടെ മൈൻഡിൻ്റെയും ഫോക്കസിൻ്റെയും അവരുടെ ക്ഷമയുടെയും മറ്റും തലങ്ങൾ വേറെ തലത്തിൽ ഡെവലപ്പായി. ഇതേ സമയം ഈ പിടിച്ച മൃഗങ്ങളെ ഗുഹയിൽ കൊണ്ട കൊടുക്കും ഭാര്യമാർക്ക്. അവരതിനെ ചുട്ടെടുത്ത് വൃത്തിയാക്കി എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനൊക്കെ ആക്കുന്ന, അവിടെ ഒരു ഉത്സവ അന്തരീക്ഷമായിരിക്കും, ഫെസ്റ്റിവൽ മൂഡായിരിക്കും ചിലപ്പോൾ അവിടെ. അതിൽ വളർന്ന സ്ത്രീകളും വേട്ടയാടാൻ നടക്കുന്ന പുരുഷന്മാരും തമ്മിലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവില്ല. ഇവല്യൂഷണറി ആയിട്ടുള്ള സ്റ്റഡിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീങ് മുൻപത്തെ നരവംശാസ്ത്രത്തിലേക്ക് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. വളരെ മുൻപത്തെ മനുഷ്യരുടെ പെണ്ണിൻ്റെയും ആണിൻ്റെയും ജീവിതം എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഏകദേശം ഒരുപോലെ ആക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരുപോലെ ആക്കുന്നതിൽ വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പെണ്ണിന് ആണിനെ പോലെ ആവാനുള്ള ട്രെയിനിങ് ധാരാളം കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ. പക്ഷെ ആണിന് പെണ്ണിനെ പോലെ ആവാനുള്ള ട്രെയിനിങ് ഇല്ല. അതിൻ്റെ ആവശ്യമുണ്ടോ? എന്തേ ആവശ്യമില്ലായ്മ? ഇത് പെണ്ണത്ര മോശ അല്ല, അതല്ല, ആണിന് എന്തുകൊണ്ട് പെണ്ണിനെ പോലെ? അല്ല, നമുക്ക് കുട്ടികളെ നോക്കാനും കാര്യങ്ങളും അല്ലെ പ്രസവിക്കാനും ഇതിന്റെ ഒന്നും ആവശ്യമാണെന്നില്ലല്ലോ. ഞാൻ ആ ഒരു ഉദ്ദേശത്തില് പറഞ്ഞു. അല്ല, ഒരു പെണ്ണിന് കഴിയുന്ന പലതും പുരുഷന് കഴിയാത്ത അവസ്ഥയാണുള്ളത് ഞാൻ ആലോചിച്ചിട്ട്. ആണ്. പക്ഷേ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. മസ്കുലൈൻ വാല്യൂസ് ആൻഡ് ഫെമിനൈൻ വാല്യൂസ് ഉണ്ട്. 2 സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് ഹ്യൂമൻ ബീയിങ്ങിന്. കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഈ വാക്കുകൾ? നമ്മൾ ആണ് പെണ്ണെന്ന് ചിന്തിക്കേണ്ട. ലോകത്തിൽ 2 ടൈപ്പ് വാല്യൂസ് ഉണ്ട്, മസ്കുലൈൻ വാല്യൂസും ഫെമിനൈൻ വാല്യൂസും. മസ്കുലൈൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ കീഴടക്കുക, വെട്ടിപ്പിടിക്കുക, പറഞ്ഞ വാക്ക് പാലിക്കുക, ധൈര്യം കാണിക്കുക, കോൺഫിഡൻസ് കാണിക്കുക, അങ്ങനെ പറയുമ്പോൾ തന്നെ രക്തം തിളയ്ക്കുന്നില്ലേ, അങ്ങനത്തെ വാല്യൂസിനെയൊക്കെ നമ്മൾ മസ്കുലൈൻ വാല്യൂസ് എന്ന് വിളിക്കും. ഫെമിനൈൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക, അനുകമ്പ കാണിക്കുക, പിന്നെ സ്നേഹിക്കുക, ഒന്നായി കാണുക, വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, സഹിക്കുക, ഇതൊക്കെ ഫെമിനൈൻ വാല്യൂസ് എന്നാണ് വിളിക്കുന്നത്. ബൈ നേച്ചർ നമ്മളുടെ ഇവിടെ ഫീമെയിൽസിൽ ഫെമിനൈൻ വാല്യൂസും പുരുഷന്മാരിൽ മസ്കുലൈൻ വാല്യൂസുമാണ് കുറേയൊക്കെ ഡിഫോൾട്ടായിട്ട് കിടക്കും. കുറേയൊക്കെ, 100%. ബട്ട് നമ്മൾ ഈ സ്ത്രീകളുടെ മുന്നേറ്റം അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ കഴിഞ്ഞൊരു ഡെക്കേഡ്സായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ശരിക്കും ഫെമിനൈൻ വാല്യൂസ് നാച്ചുറലായിട്ടുള്ള സ്ത്രീകൾക്ക് മസ്കുലൈൻ വാല്യൂസും കൂടെ ട്രെയിനിങ് ചെയ്യുന്നു. അവൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, അവൾക്ക് തൻ്റെ ഇടം ഉണ്ടായിരിക്കണം, അവൾക്ക് അധ്വാനിക്കാൻ കഴിയണം, ഷീ ക്യാൻ ഏൺ മണി, അങ്ങനെ ഷീ ക്യാൻ ലേൺ, വലിയ വലിയ പഠനങ്ങളിലേക്ക് അവൾക്ക് കടക്കാം, എല്ലാം കീഴടക്കാൻ പറ്റും. പുരുഷന് പറ്റുന്നതൊക്കെ സ്ത്രീക്കും പറ്റും. സത്യമായിട്ടും പറ്റും. ഞാനും അതന്നെ വിശ്വസിക്കുന്ന, പറ്റണം, അങ്ങനെ ചെയ്യണം എന്നുള്ള. പക്ഷേ ഇതിൻ്റെ മറ്റേ സാധനം, സ്ത്രീയുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കുറേ, അല്ലെങ്കിൽ സ്ത്രീയുടേത്, അല്ലെങ്കിൽ ഫെമിനൈൻ, സ്ത്രീയുടേത് എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആ സെറ്റ് ഉണ്ടല്ലോ, ഇതെന്താ പുരുഷന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലേ? പുരുഷന് സ്ത്രൈണ ഗുണങ്ങൾ എന്നറിയപ്പെടുന്ന ആ വാല്യൂ സിസ്റ്റംസ് പ്രാക്ടീസ് ചെയ്തില്ല. അതൊക്കെ പോട്ടെ, രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കുന്ന പുരുഷൻ സങ്കല്പിക്കാൻ പറ്റുമോ? അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്നുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ സങ്കല്പിക്കാൻ പറ്റുമോ ചോദിക്കുന്നത്. രാവിലെ എണീച്ച് മുറ്റടിക്കുന്ന പുരുഷൻ, ഭാര്യയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്ന പുരുഷൻ, സങ്കല്പിക്കാൻ പറ്റുമോ? എന്നും ഭാര്യയുടെ വസ്ത്രം അലക്കി കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒഴിവുള്ള ദിവസം ഞാൻ എൻ്റെ ഭാര്യയുടെയും കൂടെ വസ്ത്രം അലക്കും. അല്ല, നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഈ വസ്ത്രം അലക്കുന്ന തലത്തിലേക്ക് പോകുന്നതിന് അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ പുരുഷൻ ലോകത്തെ യുദ്ധത്തിന് പോകുന്നു, മസിൽ പവർ കാണിക്കുന്നു, പലതും കീഴ്പ്പെടുത്തുന്നു. ഇതെല്ലാം കീഴ്പ്പെടുത്തി കൊണ്ടുവെക്കുന്നത് ആരുടെ കാൽക്കലാണ്? സ്ത്രീയുടെ കാൽക്കലം. അപ്പോൾ ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്താൻ പുറപ്പെടുന്ന പുരുഷനെ കൺട്രോൾ നിർത്താൻ പറ്റുന്ന സ്ത്രീ എത്ര വലിയവളാണെന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആണ്. ഈ രണ്ട് എനിക്ക് 3 കുട്ടികളുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്,
നമ്മൾ ഗർഭാവസ്ഥ തിരിച്ചറിയുന്ന ദിവസം മുതൽ ഒരു സ്ത്രീ ഒരു 9 മാസവും, എൻ്റെ വൈഫൊക്കെ 10 മാസമായിട്ടാണ് പ്രസവിച്ചത്. ഈ 10 മാസവും ഇവരനുഭവിക്കുന്ന ശാരീരിക നിർവൃതികൾ ഉണ്ടാവാം, കുഞ്ഞു വയറ്റിലുണ്ടെന്ന്. പക്ഷേ എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്. അതെ. 2, ഈ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ, അത് അങ്ങ് ഒരു പക്ഷേ രണ്ടാം ജന്മമാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ അല്ല, എൻ്റെ ഭാര്യയെ ആദ്യം കാണാൻ പ്രസവം കഴിഞ്ഞാൽ പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴും കാണുക നമ്മൾ അവരുടെ ഒരു അവസ്ഥ. അവിടെ മുതൽ നമ്മൾ സ്ത്രീയെ മനസ്സിലാക്കുക. എൻ്റെ മകള് ജനിച്ചപ്പം ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായി. ഞാൻ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു. അവള് പിന്നെ വെന്റിലേറ്ററിലായി കുറച്ചൊന്ന് മണിക്കൂറിൽ. അപ്പോൾ പലരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അവർ ആദ്യം ചോദിച്ചത് ആണാണോ പെണ്ണാണോ കുട്ടീനെ. പെണ്ണാണ്. അപ്പോൾ അവരുടെ എല്ലാം മറുപടിയെ കേട്ടാൽ ഒരു പക്ഷേ അലർജി ഞെട്ടും. പെണ്ണാണെങ്കിൽ അവൾ റിക്കവർ ചെയ്തോളും. ആൺകുട്ടിയാണെ പേടിക്കണം എന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു. ഇത് അവിടെ ഭാര്യ റിക്കവർ ചെയ്തു. അല്ല, ഭാര്യയ്ക്കുള്ളൂ, കുഞ്ഞ് റിക്കവർ ആവും. പെൺകുട്ടിയാണെങ്കിൽ ബേബി ബോയ് ആണോ ഗേൾ ബോയ് ആണോ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ അത് ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. ഞാൻ അന്നത് ചോദിച്ച ഡോക്ടേഴ്സ് അല്ല, ഇനി നമുക്ക് പരിചയത്തിൽ കുറേ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് എല്ലാം ചോദിച്ചപ്പോൾ അവർ ആദ്യത്തെ ചോദ്യം കുട്ടിയാണോ പെണ്ണാണോ. പെണ്ണാണ്. ഡോണ്ട് വറി, അവർ റിക്കവർ ചെയ്യും. അപ്പൊ പെണ്ണിന്റെ ആ ടോളറൻസ് ലെവലിന്റെ തലം നമ്മളൊരു കൈക്കുഞ്ഞിൽ മുതൽ കാണുകയാണ്. തീർച്ചയായും. പിന്നെ ഈ കുഞ്ഞിനെ വളർത്തി ഒരു 10 വയസ്സ് വരെ എത്തിക്കുന്നിടം വരെ ഒരു അമ്മ സഹിക്കുന്ന ത്യാഗങ്ങൾ. അച്ഛൻ സഹിക്കില്ലെന്ന് ചോദിച്ചാൽ അച്ഛനും സഹിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷെ അമ്മ എന്ന് പറയുന്നതിന് അമ്മയുടെ ഒരു ഉത്തരവാദിത്വവും അമ്മയുടെ തലവും അമ്മയുടെ സെൻസും അമ്മയുടെ പിന്നെ എക്സ്പീരിയൻസും ഒക്കെ ഒരു പക്ഷേ ഒരു പുരുഷന് നേടിയെടുക്കാൻ കഴിയാത്തത് തന്നെയാണ്. അല്ല, ഇതിനെ നമ്മൾ എവിടെയോ നമ്മുടെ ചർച്ചകളിലും നമ്മുടെ സംസാരങ്ങളിലും ഒക്കെ ഇത് പുരുഷന്റെ തലത്തിന്റെ താഴെ സ്ത്രീ എന്നുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ പണ്ടൊന്നും അത് ഉണ്ടായിരിക്കണം എന്നില്ല. ഇടയ്ക്ക് വെച്ച് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വളരെ മുൻപ് മനുഷ്യന് അർദ്ധനാരീശ്വര സങ്കല്പം കണ്ടെത്തിയ ഭൂമിയാണ് ഇന്ത്യ. അതെ. പാതിയായിട്ട് ചിത്രീകരിക്കാൻ തൻ്റെ അന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിന്ന് ഫെമിനിസം പറയേണ്ട ആവശ്യമില്ല. ഇത്രയും പണ്ട് മനുഷ്യന് അർത്ഥമായിട്ട് അതിനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയിൽ വെച്ച് എവിടെയോ ഒരു ഡോമിനൻസി വന്നിട്ടുണ്ട് സത്യത്തിൽ പുരുഷന്. അതിനൊരു കാരണമുണ്ട്. മസിൽ പവർ കൊണ്ട് ലോകം ലീഡ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ അത്താണി എന്ന് കേട്ടിട്ടുണ്ട്. അത്താണി എന്ന് പറഞ്ഞ സാധനം, ഈ കല്ലുകൾ ഇങ്ങനെ വെച്ച്, അപ്പൊ ഈ കല്ല് 2 കല്ല് ചുവട് താങ്ങി ഇങ്ങനെ കല്ല് 2 എണ്ണം ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ട് ആ 3ാമത്തെ കല്ലിനെ പൊക്കി അതിന്റെ മേലെ വെക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇവന്മാരൊക്കെ അന്ന് ആ നാട്ടിലെ വളരെ പ്രഗത്ഭരായ മനുഷ്യരായിരിക്കും. കാരണം ആ വെയിറ്റുള്ള കല്ല് പൊക്കാൻ കഴിവുള്ള എന്നൊക്കെ പറഞ്ഞ നാട് മുഴുവൻ അവന്റെ മുന്നിൽ നാമിക്കും. അങ്ങനെ ആയിരിക്കില്ലേ? ഇന്ന് അത് പൊക്കാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ല വാല്യൂ ഉണ്ട്? അത് ഹിറ്റാച്ച് വിളിച്ചാൽ മതി എന്ന് പറയും. കാലം മാറി. മസിൽ പവർ കൊണ്ട് അഭിമാനിക്കാനില്ലാത്തൊരു കാലഘട്ടം വരും. ഇനിയൊരു കാലഘട്ടം വരും. ഈ ഇൻഫർമേഷന്റെ പവർ ഉണ്ടല്ലോ, ബുദ്ധി, ജ്ഞാനം, അറിവ്. ഞാൻ ഭയങ്കര ബുദ്ധിമാൻ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം എന്നുള്ളതിന് ഒരു വാല്യൂ ഇല്ലാത്തൊരു കാലം ഇനി വരാൻ പോവാ. കാരണം അതിന് ചാറ്റ് ബോട്ടുകൾ വന്നു കഴിഞ്ഞു. അറിവിന്റെ കാര്യം ഞാൻ പറയുന്നു. കുറച്ചുകൂടെ ബയസ്ഡ് അല്ലാതെ അറിവ് തരും ചാറ്റ് ബോട്ടുകൾ. ബട്ട് എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യാൻ അപ്പോഴും അതിന് പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? ഒരു ട്രെയിനറുടെ ഒക്കെ തലത്തിൽ നിന്നിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു ട്രെയിനർ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ട്രെയിനർ, എത്ര അറിവുകളും സംസാരിക്കാൻ കഴിയുന്ന ഒരു ട്രെയിനർ, അങ്ങനത്തെ ട്രെയിനേഴ്സിനൊന്നും ഫ്യൂച്ചർ ഉണ്ടാവില്ല ഇനി. കാരണം അതിനേക്കാളും വൃത്തിയായിട്ട് ചാറ്റ് ബോട്ടുകൾ സംസാരിക്കും ഇനി. ബട്ട് ഒരു അനുഭവം നൽകാൻ, എൻ്റെ മുന്നിൽ ഒരു 2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സംതിങ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ട്രെയിനർക്കായിരിക്കും ഇനി വരുന്ന കാലത്ത് ഒരു വാല്യൂ ഉണ്ടാവുക. സോ ഒരു എവല്യൂഷൻ ഇല്ലേ? ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. 2 വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്ന് പ്രാകൃതം, മറ്റൊന്ന് സംസ്കൃതം. ഈ വാക്കുകളുടെ അർത്ഥം അറിയാമോ? പ്രാകൃതം എന്നാൽ പ്രകൃതിയാവുള്ളത്, നാച്ചുറൽ. പഴയത്, തനതായുള്ളത്. പഴയത് എന്നൊരർത്ഥം ഇല്ല കേട്ടോ. പ്രകൃതി എങ്ങനെയാണോ അതിനെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ അത് ഇരിക്കുകയാണെങ്കിൽ അത് പ്രാകൃതം. പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രാചീനമായ സാധനം അല്ല, പ്രകൃതിപരമായത് പ്രാകൃതം. നമ്മൾ മണ്ണിൽ നിന്നും സ്വർണം കുഴിച്ചെടുക്കുമ്പോൾ അത് പ്രാകൃത സ്വർണമാണ്. റോ. നമ്മൾ അതിനെ സംസ്കരിക്കുമ്പോൾ അത് സംസ്കൃത സ്വർണവും. അസംസ്കൃത വസ്തു സംസ്കൃത വസ്തു പറയില്ലേ? മനുഷ്യനും ഇത് രണ്ടും ഇല്ലേ? പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാകൃതവും സംസ്കൃതവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇതുവരെ അറിയില്ലായിരുന്നു. ഈ വാക്കുകൾ പൊതുവെ സംസ്കൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ലാംഗ്വേജിക്ക് പോകും. ഞാനതല്ല ഇവിടെ പറഞ്ഞത്. പ്രാകൃതം എന്ന് വെച്ചാൽ റോ, ബൈ നേച്ചർ. സംസ്കൃതം എന്ന് പറഞ്ഞാൽ അതിൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ കുറച്ച് ഇടപെടൽ നടത്തി കുറച്ചുകൂടെ നമുക്ക് യൂസബിൾ ആക്കി മാറ്റുമ്പോഴാണ് സംസ്കൃതം എന്ന് പറയുന്നത്. നമ്മളെല്ലാം പ്രാകൃതത്തിലാണ് ജനിക്കുന്നത്.
ജനിക്കുമ്പോൾ നമ്മുടെ നേച്ചർ പ്രാകൃതത്തിലാണ് കിടക്കുന്നത്. പ്രകൃതിപരമായ നേച്ചറേ അറിയുള്ളൂ. വിശന്നാ കരയണം. ഇതൊക്കെ നമുക്ക് അമ്മ അമ്മിഞ്ഞപ്പാല് വായിൽ വെച്ച് വരുമ്പോൾ നുണഞ്ഞു കുടിക്കണം. ഇതൊക്കെ ആ ഒരു DNA ഉള്ളതാണ്, അത് ജെനറ്റിക്സിലുള്ളതാണ്. പ്രാകൃതത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. വളരുമ്പോൾ നമ്മളെ സംസ്കരിക്കുന്നുണ്ട് സൊസൈറ്റി. നമ്മുടെ മാതാപിതാക്കളും സൊസൈറ്റിക്ക് നമ്മളെ സംസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബീയിങ് 50% പ്രാകൃതത്തിൽ തന്നെ ഇരിക്കണം. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് 50% സംസ്കൃതത്തിലിരിക്കണം. ഇത് ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമ്മളും ബുദ്ധിമുട്ടും, നമ്മുടെ കൂടെ ജീവിക്കുന്നവരും ബുദ്ധിമുട്ടും. ഇപ്പം ഈ ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം, അല്ലെങ്കിൽ ആ അനുഭവ വ്യത്യാസങ്ങളുടെ തലങ്ങൾ എങ്ങനെ നമ്മൾ സംയോജിപ്പിക്കുന്നു പറഞ്ഞൊരു പൊല്ലാപ്പില്ലേ? സത്യമാണ്. ലോകം മുഴുവൻ നേരിടുന്ന ഒരു പൊല്ലാപ്പ. ഈ ലോകത്ത് ബന്ധങ്ങളുടെ തലമെടുക്കുക. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരസ്പരം കൊന്നിട്ടുണ്ടാവുക ഏത് ബന്ധത്തിലായിരിക്കും അറിയോ? ഭാര്യ-ഭർത്തൃ ബന്ധത്തിലായിരിക്കും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പിരിഞ്ഞിട്ടുണ്ടാവുന്ന ബന്ധം ഏതായിരിക്കും? ഭാര്യ-ഭർത്തൃ ബന്ധം. ബാക്കിയൊന്നും പിരിയാനും പറ്റൂല. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ അനുഭവിച്ച് കൗൺസിലിംഗ് എടുക്കുന്ന ഏത് ബന്ധത്തിലായിരിക്കും? ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ. സോ ഭാര്യ-ഭർത്തൃ ബന്ധം അന്നും ഇന്നും എന്നും കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനുള്ള കാരണം ഇത് തന്നെയാണ്. രണ്ട് വ്യത്യസ്ത സൈക്കോളജികൾ, രണ്ട് വ്യത്യസ്ത അനുഭവ തലങ്ങളിൽ ജീവിക്കുന്നവരാണ് ഈ ഒരുമിച്ച് ഒരു വീട്ടിനകത്ത് ജീവിക്കുന്നത്. വളരെ കാലം മുമ്പ് ഇത് വലിയ പ്രശ്നമില്ലായിരുന്നു. ഈ കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ആണുങ്ങൾ, ഒരുപാട് പെണ്ണുങ്ങൾ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ആണുങ്ങൾക്ക് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ട്. കുറച്ച് സമയമേ ഭാര്യയും ഭർത്താവും എന്നുള്ള സ്റ്റേറ്റസിൽ അവരുണ്ടാവുള്ളൂ. ബാക്കി സമയമൊക്കെ വീട്ടിലുള്ള 10-20 ആണുങ്ങൾ, വീട്ടിലുള്ള 10-20 പെണ്ണുങ്ങൾ, അങ്ങനെ ജീവിച്ചു പോകും. അണുകുടുംബങ്ങളായതോടുകൂടെ ആകെ ഒരു ആണുണ്ട്, ഒരു പെണ്ണുണ്ട്. മുഖത്തോട് മുഖം എത്ര നേരം നോക്കിയിരിക്കുക, രണ്ട് ധ്രുവങ്ങളിലുള്ള സൈക്കോളജിയും വെച്ചിട്ട് എങ്ങനെയാ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. അപ്പൊ സംഘർഷം കൂടില്ലേ? കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ കൂടുതൽ സമയം കിട്ടും. ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് പ്രാകൃതവും സംസ്കൃതവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ്. ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞോട്ടെ. ഞാൻ വേറെ ആരെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് വേദനിക്കേണ്ട വെച്ചിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഉദാഹരണം പറയുന്നത് കേട്ടോ. ഞാൻ ഒരു കൂടുതൽ പൗരുഷമുള്ള പുരുഷനാണ് ബൈ നേച്ചർ. എൻ്റെ അച്ഛനും അങ്ങനെയാണ്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഏട്ടന്മാരെയൊക്കെ ഒന്ന് കണ്ട പരിചയപ്പെട്ടാൽ മനസ്സിലാവും. പൗരുഷം ഓവറായിട്ടുള്ളൊരു പുരുഷനാണ് ഞാൻ. പക്ഷെ എൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണിനോട് പോയി ചോദിക്കുക, എൻ്റെ പൗരുഷം അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള പൗരുഷം ആവുന്നുണ്ടോ എന്നുള്ളത്. ഇല്ല. ഞാൻ ആ ഫെമിനൈൻ കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വളരെയധികം ബൈ നേച്ചർ ഞാൻ അങ്ങനെ ആവുകയാണോ? അല്ല, ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണത്. ബിക്കോസ് എനിക്ക് എങ്ങനെയാണ് അങ്ങനെ മാറണേ? എന്താണ് സാധനം? വളരെ അല്ല, ഞാൻ ചോദിക്കണം, എന്താണ് ഈ ഫെമിനിയൻ കൾച്ചർ? അല്ല, ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ മാറണം? വളരെ സിമ്പിൾ. ഞാൻ കുറച്ചു മുമ്പ് തന്നെ 2 സെറ്റ് ഓഫ് വാല്യൂസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നല്ല പിടിവാശിക്കാരനാണ് ഞാൻ. ആയിരുന്നു എന്ന് പറയാം, ആണെന്ന് പറയാൻ പറ്റില്ല. നല്ല പിടിവാശിക്കാരനാണ് ഞാൻ. എൻ്റെ ഭാര്യ അത്ര പിടിവാശിക്കാരി അല്ല. അപ്പോൾ ഞാൻ എൻ്റെ പിടിവാശിക്കാരനായ സ്വഭാവത്തെ എടുത്ത് പായറ്റാൻ പറ്റിയ സ്ഥലമല്ലേ ഏത്? ഭാര്യ പിടിവാശിക്കാരി അല്ല. എനിക്ക് എടുത്ത് പായറ്റാൻ പറ്റിയ സ്ഥലമല്ലേ? പക്ഷെ എൻ്റെ മനുഷ്യത്വം അവിടെ എന്നെ ചിന്തിപ്പിക്കുന്നു. എൻ്റെ ഭാര്യ എന്നോട് പിടിവാശി കാണിക്കുന്നില്ല, ഞാൻ അവളോട് പിടിവാശി കാണിക്കുന്നു. ഇതൊന്ന് ബാലൻസ് ചെയ്യണ്ടേ? അവൾ ഇത്തിരി പിടിവാശി കാണിക്കാനും പഠിക്കണം, ഞാൻ ഇത്തിരി പിടിവാശി കുറയ്ക്കുകയും വേണം. ഇത് ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു ഓപ്പൺ ടോക്കിലൂടെയല്ലേ സംഭവിക്കുള്ളൂ. അപ്പം ഞാനിങ്ങനെയാണ് സംസാരിക്കുന്നത് എൻ്റെ ഭാര്യയോട്, മോളെ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ പൗരുഷം വളരെ കൂടുതലാണ്, ഇത് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് കുറയ്ക്കാൻ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഞാനത് ശ്രമിക്കുന്നുണ്ട് കുറയ്ക്കാൻ. എനിക്ക് സഹകരണം വേണം കുറച്ച്. കാരണം എൻ്റെ കയ്യിലില്ലാത്തൊരു നേച്ചർ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. സോ ഐ നീഡ് കോപ്പറേഷൻ ഫ്രം യു. ഇങ്ങനെ സംസാരിച്ച് ആദ്യം ഈ ബന്ധം മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഐഡിയ വേണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കോപ്പറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ പെട്ടെന്ന് പിടിവാശി ഉണ്ടാക്കുന്ന തരത്തിലോ കോപം ഉണ്ടാക്കുന്ന തരത്തിലോ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ എൻ്റെ ഭാര്യ ശ്രദ്ധിക്കും. ഞാൻ ഇപ്പോഴത്തെ കഥയല്ലേ പറയുന്നത്, തുടക്കത്തിലെ കഥയെ പറയുന്നത്. അതേസമയം ഞാനിത് കുറച്ച് റെഡ്യൂസ് ചെയ്യാനുണ്ട് എന്നുള്ള ബോധം എന്നിലുണ്ട്. ഇതിനാണ് സംസ്കൃതം എന്ന് പറയുന്നത്. നമ്മളൊരു മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ ഇട്ട് അസംസ്കൃത സ്വർണത്തെ പ്യുവർ ഗോൾഡാക്കി എടുക്കുന്ന പോലെ വിവാഹ ജീവിതമൊക്കെ എന്തിനുള്ള സുഖിക്കാനുള്ളതെന്ന് വിചാരിച്ചോ? സുഖിക്കാനാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കാനല്ല. വിവാഹ ജീവിതം സുഖിക്കാനുള്ളതല്ല. ഈ 2 പേർ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു ത്യാഗം എന്നാണ് വിവാഹം എന്ന പദത്തിന്റെ അർത്ഥം. അങ്ങനെയുണ്ട്. 2 പേർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ത്യാഗം. എന്തിനു വേണ്ടി? പുതിയ സന്താന ഉൽപാദനത്തിന് വേണ്ടി, സമൂഹത്തിന് പുതിയ മക്കളെ കൊടുക്കാൻ വേണ്ടി 2 പേർ ഒരുമിച്ച് ചെയ്യുന്ന ത്യാഗത്തിന്റെ പേരാണ്. ഈ കുട്ടികൾ ഉണ്ടാക്കാനായിട്ട് വിവാഹം കഴിക്കണമെന്നില്ലല്ലോ.
കുട്ടികൾ ഉണ്ടാക്കാനായിട്ട് വിവാഹം കഴിക്കണ്ട, ലോകത്തെല്ലാ ജീവികളും വിവാഹം കഴിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു ടെറിട്ടറിയുടെ ഉള്ളിൽ ജീവിക്കുന്ന പ്രാക്ടീസ് ചെയ്ത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. നമ്മൾ ജനിപ്പിക്കുന്നത് മനുഷ്യ കുട്ടികളെയല്ല, പൗരന്മാരെയാണ്. ജനിപ്പിക്കുന്ന പൗരന്മാരെയല്ല. പക്ഷെ നമ്മൾ വളർന്ന് വലുതായി 18 വയസ്സാകുമ്പോഴേക്കും നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത് ഒരു റോ ഹ്യൂമൻ ബേബീനെ അല്ല. ഒരു റോ ഹ്യൂമൻ ബേബീനെ കൊടുത്ത സൊസൈറ്റി ബുദ്ധിമുട്ടും. നമുക്ക് ട്രെയിനിങ് ചെയ്യാനുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഗതികേടാണ് കേട്ടോ. സൊസൈറ്റിക്ക് വേണ്ടി ആണോ നമ്മൾ ജീവിക്കണ്ടേ? നമുക്ക് നമ്മുടെ ഗതികേടാണ്. നമ്മളെല്ലാം ഒരു സിസ്റ്റത്തിനകത്താണ് ജീവിക്കുന്നത്. ആ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഹ്യൂമൻ ബീയിങ് ഇത്രയും സർവൈവ് ആയത്. അഥവാ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന് അങ്ങനെ പവറൊന്നും ഇല്ലെന്നേ. സംഘടിച്ചത് കൊണ്ട് മാത്രം ജീവിക്കാൻ പഠിച്ചൊരു ജീവിയാണ് ഹ്യൂമൻ ബീയിങ്. സംഘടിക്കാതിരുന്നാൽ നമുക്ക് കുതിരയുടെ അത്ര ഓട്ടറിയില്ല, ആനയുടെ അത്ര വലിയ ശരീരമില്ല, കടുവയുടെ അത്ര ബലമില്ല. എന്താ നമുക്കുള്ളത്? ബലഹീനനായൊരു ജീവിയാണ് നമ്മൾ സംഘടിച്ചു എന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഈ സ്കാവഞ്ചേഴ്സായി ജീവിച്ചിരുന്ന ഒരു ജീവിയാണ്. ഏതെങ്കിലും ജീവികൾ പിടിച്ച് തിന്ന് ഇട്ടതിൻ്റെ ബാക്കി ഇറച്ചിയിലുള്ള എല്ലിലുള്ള ഇറച്ചി പെറുക്കി തിന്ന് ജീവിച്ചിരുന്ന ഒരു കാലം മനുഷ്യനുണ്ടായിരുന്നു. സ്കാവഞ്ചേഴ്സ് ആയിരുന്നു. ഈ കഴുതപ്പുലികളൊക്കെ പോലെ സിംഹം തിന്നതിൻ്റെ ബാക്കി തിന്ന് ജീവിക്കണ ജീവി. അത്രയും ദുർബലനായ ഒരു ജീവി ഗോത്ര കാലഘട്ടങ്ങളിൽ സംഘടിക്കാൻ പഠിച്ചപ്പോൾ മനുഷ്യൻ്റെ ശക്തി ഡെവലപ്പായി. ഈ നിയാൻഡർതാലുകളും ഹോമോസാപ്പിയൻസും തമ്മിലുള്ള ഈ ഫൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നിയാൻഡർതാലുകൾ ഹോമോസാപ്പിയൻസിനേക്കാൾ കൂടുതൽ ശക്തരാണ്. പക്ഷെ അവർക്ക് ഒരു പ്രശ്നമുണ്ട്, സംഘടിക്കാൻ അറിയില്ല. അതുകൊണ്ട് നിയാൻഡർതാലുകൾ ഇല്ലാതെയാവും ഹോമോസാപ്പിയൻസ് വളരുകയും ചെയ്തു. സംഘടിക്കുവാനുള്ള ശക്തി കൊണ്ട് മനുഷ്യൻ ഡെവലപ്പായി. പക്ഷേ ഇന്ന് വന്ന് എന്ത് സംഭവിച്ചെന്നറിയോ? മനുഷ്യൻ സംഘടിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. ഞാൻ ഈയിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കുകയായിരുന്നു. ഫാമിലി ഗെറ്റ് ടുഗദർ എന്നാണ് അതിൻ്റെ പേര്. ഒരു 10-20 പേരുണ്ട്, വലിയൊരു ടേബിളൊക്കെ ഇട്ട് 10-20 പേര് എല്ലാവരും ഡിന്നറൊക്കെ കഴിക്കുക. പക്ഷെ എല്ലാവരും ഇടത്തെ കയ്യിൽ ഇങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങനെ ഗെറ്റ് ടുഗദർ എന്ന് പറയുക? നമുക്ക് പരസ്പരം ലഭ്യമാകുമ്പോഴല്ലേ അതിനെ ഗെറ്റ് ടുഗദർ എന്ന് വിളിക്കുക. സോ നമുക്കിന്ന് ആരും ആവശ്യമില്ലാത്ത അവസ്ഥ എത്തി. അതായത് നമ്മൾ ഗോത്രങ്ങളിൽ നിന്ന് കൂട്ടുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങി, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങി. ഇനി സമൂഹം പോകുന്ന എക്സ്ട്രീം ഇൻഡിവിജ്വാലിറ്റിയിലേക്കാണ്. എനിക്ക് ഞാൻ മതി എന്ന തോന്നൽ. ഇവിടെ നമ്മൾ നല്ല പോലെ നമ്മളെ തന്നെ നമ്മുടെ മേലെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ആണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ.